Friends, welcome to my channel Reshma Sujit Live. So friends, ഇന്ന് ഡ്രസ്സൊക്കെ അലക്കി കഴിഞ്ഞു. സോ ഇപ്പം ഞാൻ എൻ്റെ ഉച്ചയായി, ഇപ്പോൾ 2 മണിയായി. അപ്പോൾ ഡ്രസ്സൊക്കെ തുണിയൊക്കെ അലക്കി കഴിഞ്ഞ് മടക്കാനുണ്ട്. അത്ര ഉച്ചക്കത്തെ ഫുഡൊക്കെ റെഡിയായി. കാബേജ് ചൂടാക്കുന്നേ. പിന്നെ ഇതെന്ന് തക്കാളി കറി, ഇത് ഞാനാക്കിയതാണ്. ഫുഡൊക്കെ റെഡിയായി, എല്ലാം റെഡിയായിട്ടുണ്ട്. ബാക്കി ഇനി മടക്കാനൊക്കെ പണിയൊക്കെ ഉണ്ട്, മടക്കേണ്ട പണിയൊക്കെ ഇല്ല. വെയിലുണ്ട്. ഇപ്പം 5 മണി, വൈകുന്നേരത്തെ 5 മണിയായി. അപ്പോൾ ഉറങ്ങി എണീച്ച് ഇപ്പോൾ ഞാൻ ചായ കുടിക്കുന്നുണ്ട്. ഇപ്പം ബാക്കി മടക്കേണ്ടത് ഇനിയും മടക്കിയിട്ടില്ല. ഞാൻ ഇന്നത്തെ ചായൻ്റെ കടി പരിപ്പ് വണ്ടിയും മുട്ട ബോണ്ടിയാണ്. ഇതാ അടി കൊണ്ടുവന്നിട്ടുണ്ട്. സോ ഫ്രണ്ട്സ്, ചായയൊക്കെ കുടിച്ചു. അപ്പോൾ ഹസ്ബൻഡ് ഉറങ്ങി എണീച്ച്, പിന്നെ അപ്പോൾ ഓരോരോ ചായ കുടിക്കുന്നുണ്ടായിരുന്നു. ഞാനിപ്പോൾ തന്നെ ഡ്രസ്സൊക്കെ അലക്കി ഉണക്കിയിട്ട് ഇവിടെ ഇട്ട ഡ്രസ്സൊക്കെ ഞാൻ മടക്കി വെക്കുന്നുണ്ടായിരുന്നു ഫ്രണ്ട്സ്. അപ്പോൾ ഞാനും ഇനിയിപ്പോൾ കുറച്ച് കഴിഞ്ഞിട്ട് നമുക്ക് കിച്ചണിൽ ഡിന്നറിൻ്റെ മുട്ടക്കറിയും പിന്നെ ചപ്പാത്തിയൊക്കെ ചൂടാനുണ്ട് അത്ര. അപ്പോൾ അതും കൂടി പണിയുണ്ട്. ഫ്രണ്ട്സ്, ഇപ്പോൾ ചായ കുടിച്ച് കഴിഞ്ഞ് അപ്പോൾ മടക്കി കഴിഞ്ഞ് ഒക്കെ. സോ ഫ്രണ്ട്സ്, ചായ ഇപ്പോൾ എൻ്റെ പണിയൊക്കെ രാവിലെ അലക്കിയതായിരുന്നു. ഇന്നലെ അലക്കിയത്. അപ്പോൾ അത് ഇന്ന് രാവിലെ ഞാൻ മാറ്റി വെച്ചിരുന്നു. അപ്പോൾ ഇന്ന് പിന്നെ രാവിലെ ഒക്കെ എണീക്കാനൊക്കെ കുറേ ലേറ്റായി ഫ്രണ്ട്സ്. പിന്നെ അതൊക്കെ ആയതുകൊണ്ട് 11:30 എണീച്ച. അപ്പം ഇന്ന് തീരെ ഒരു സുഖമില്ലായിരുന്നു. അപ്പോൾ അതാണ് നേരം ചെയ്ത് രാവിലെ എണീച്ചത്. അപ്പോൾ ഇപ്പോൾ മകന് കോളേജിൽ ഇപ്പോൾ ഹോളിഡേ നടക്കുന്നുണ്ട്. ഫ്രണ്ട്സ്, ഇന്നത്തെ വ്ലോഗ് ഞാനിവിടെ സ്റ്റോപ്പ് ചെയ്യുന്നു. എല്ലാം മടക്കി ഒക്കെ വെച്ചിട്ട് ഇന്ന് ഷെൽഫിൽ വെക്കണം. സോ ഇന്ന് രാവിലെ ഇന്നലെ ഭയങ്കര മഴയായതുകൊണ്ട്, രാത്രി മഴയായതുകൊണ്ട് നമ്മൾ നല്ല ഇവിടെ ബറാന്തിയിൽ കിടന്നിരിക്കുന്നു. പിന്നെ അകത്ത് പോയി കിടന്ന് രാത്രി 3 മണിക്ക്. സോ ഭയങ്കര ഇടിയും മിന്നും ഭയങ്കര മഴയല്ലായിരുന്നു. ഇപ്പോൾ നാട്ടിൽ നിങ്ങൾ വേറെ ഇടയിലാണ് മഴയുണ്ടായതിന് നിങ്ങൾ എന്തായാലും എനിക്ക് കമൻറ്റിൽ എഴുതി അറിയിക്കണം. ഇത് കേരള കണ്ണൂരാണ്. നിങ്ങൾ ഇതെല്ലാം നാട്ടിൽ മഴയുണ്ടായതിന് എനിക്ക് എഴുതി അറിയിക്കണം. ഇന്ന് വൈകുന്നേരം മുതൽ ഇപ്പം കാലാവസ്ഥ കുറേ മാറിക്കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇന്നലെ രാത്രി പറഞ്ഞാൽ 2 ദിവസമായി നമ്മൾ ബറാന്തിയിൽ ഈ ഏരിയയിൽ തന്നെ നമ്മൾ ഇങ്ങനെ നിലത്തെല്ലാം ബെഡെല്ലാം ഒക്കെ സെറ്റാക്കി ഇങ്ങനെ ഇവിടെ തന്നെ ചൂടായതുകൊണ്ട് ഇവിടെ തന്നെ കിടക്കുന്നു. ഇപ്പോൾ 3 ദിവസം 4 ദിവസമായി ഇവിടെ തന്നെ കിടക്കുന്നു. ചൂട് എന്ന് പറഞ്ഞാൽ ഇത്ര ചൂട് സഹിക്കാൻ പറ്റുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ശേഷം പിന്നെ ഇന്നലെ രാത്രി പെട്ടെന്ന് നല്ല മഴയും ഇടിയും മിന്നും എല്ലാം അയച്ച് നമ്മൾ ഏകദേശം 1 മണി അങ്ങനെ ആകുമ്പോൾ തുടങ്ങിയിട്ടുണ്ടാവും. പിന്നെ അന്നേരം അത്ര ഉണ്ടായിട്ടില്ല. പിന്നെ നമ്മൾ ഉറക്കമായിരുന്നു. പിന്നെ നോക്കുമ്പോഴത്തേക്ക് 3 മണിയാകുമ്പോഴത്തേക്ക് നല്ല ഇടിയും മിന്നും. ഇടയ്ക്കിടയ്ക്ക് ഉറക്കം ഞെട്ടുന്നു. നല്ല AC പോലെ തന്നെ തണുത്ത കാറ്റും. പക്ഷെ നമുക്ക് മഴയൊന്നും കൊള്ളുന്നില്ല. എത്ര ഓപ്പണിങ് ആയാലും മേലത്തെ സീലിംഗ് എല്ലാം അങ്ങനെയാണ്ട് നമുക്കങ്ങനെ പ്രോബ്ലം ഒന്നുമില്ല, മഴേൻ്റെ ഒരു പ്രോബ്ലമില്ല. എന്നിട്ട് പിന്നെ നമ്മൾ 3 മണിയായാലും പിന്നെ നമ്മൾ എല്ലാം എടുത്ത് ബെഡ്ഷീറ്റൊക്കെ ബ്ലാങ്കറ്റൊക്കെ വെച്ചിരുന്നു. അപ്പോൾ അതെല്ലാം എടുത്ത് തലാണിയൊക്കെ എടുത്ത് നമ്മൾ ബെഡ്റൂമിൽ തന്നെ പോയി അവിടെ ഇറങ്ങി. അപ്പോൾ ബെഡ്റൂമിൽ നല്ല തണുത്ത
ഓ, നല്ല തണുത്ത കാറ്റ്, AC പോലെ. നമ്മൾ ഞാൻ പിന്നെ രാവിലെ ആയിട്ട് എനിക്കൊരു ഇനിയും ക്ഷീണം കഴിഞ്ഞിട്ടില്ലായിരുന്നു. എന്നിട്ട് പിന്നെ ഉറങ്ങിയിട്ടുണ്ടായിനി. പിന്നെ സമയമൊന്നും അറിഞ്ഞിട്ടില്ല. മീൻസ് ഇപ്പോൾ രാവിലത്തെ 7 മണിയായ പോലെ ഉണ്ടായിനി, 11 ആയിട്ടും. എന്നിട്ട് പിന്നെ എണീച്ച് പിന്നെ മെല്ലെ മെല്ലെ എൻ്റെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ച് പിന്നെ 12 മീനും പിന്നെ ഇപ്പം വൈകുന്നേരമായി. ഉച്ചക്കത്തെ ലഞ്ചൊക്കെ കഴിഞ്ഞ് ഒരു ഉറക്കമെല്ലാം കഴിഞ്ഞ് പിന്നെ സമയം ഇപ്പം വൈകുന്നേരം 5 മണി 5:30 ആയി. ഇപ്പം പിന്നെ ഇപ്പോൾ ഉണ്ട് ഒരു നല്ല കാലാവസ്ഥയാണ്, നിങ്ങൾക്ക് കാണാം. ഷാഡോ എടുക്കുന്ന ഒരു സൺലൈറ്റ് ഉണ്ട്, സൂര്യത്തിൻ്റെ വെളിച്ചമുണ്ട്. പക്ഷെങ്കിൽ എന്നാലും ചൂട് കുറവാണ്, നല്ല തണുത്ത കാറ്റാണ്. പിന്നെ അങ്ങനെയെല്ലാം ആയതുകൊണ്ട് പിന്നെ നല്ല ഒരു ചേഞ്ച്. പക്ഷെ ചൂട് ഇപ്പോൾ ഉണ്ട് അത്ര. ഇപ്പം ചൂട് അങ്ങനെ കുറഞ്ഞ് വന്നിട്ടില്ല. ഇപ്പോൾ ചൂടെടുത്തിട്ട് നിൽക്കാനായി. ഞാൻ പിന്നെ ഇപ്പം കിച്ചണിലെ വർക്ക് ഇപ്പം ഇനിയും ഉണ്ട് അത്ര രാത്രിയൊക്കെ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഡ്രസ്സിൽ തന്നെ ഞാനിപ്പോൾ ഇല്ലേ ഇനി കുറച്ചും കൂടി വർക്കൊക്കെ ഉണ്ട് അത്ര. പിന്നെ നമുക്ക് അടുത്ത ബ്ലോഗിലേക്ക് കാണാം. ടിൽ ദെൻ take care and don't forget to like, share and subscribe my channel. Thank you and give a good comment. Thank you.